ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്നതാണ് ഇക്വേഷൻ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന ഇക്വേഷൻ ഉണ്ട്. ഇതേപോലെ ഓഡ് നമ്പേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ ഇക്വേഷൻ? ഓഡാണ് ചോദിക്കുന്നത് എക്സാമിനെങ്കിൽ എന്താ ഇക്വേഷൻ? Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. ഇത് മാത്രം പഠിച്ചു പോകണ്ട. ഇതേപോലെ ഓഡ് ചോദിക്കാം, ഈവന് ചോദിക്കാം. ഈവന്റെ ഇക്വേഷൻ എന്താന്ന് ഓർമ്മ ഉണ്ടോ? എന്താ ഈവന്റെ ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും ചോദിക്കുക. സോ നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ n എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? n എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? n എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 15. സോ s 15. ഇനി ഒന്നും നോക്കണ്ട, ആ 15 എഴുതുക, അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തൊരു നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ? 15 പ്ലസ് 1. മനസ്സിലായോ? ഇതെങ്ങനെ 16 കിട്ടിയത് മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ. 15 പ്ലസ് 1 അങ്ങനെയാണ് 16 കിട്ടിയത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 ചോദിച്ചെങ്കിൽ 15 എഴുതുക, 16 എഴുതുക. 15ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 20 ചോദിച്ചെങ്കിലോ 20ഉം 21ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേഗം ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ 16ഉം 2ഉം കട്ട് ചെയ്യാം. എത്ര വരിക? 8 വരും. 15 ഇൻറ്റു 8 ചെയ്താൽ ആൻസർ കിട്ടും. 15 ഇൻറ്റു 8 എത്രയാണ്? 120 എന്ന ആൻസർ കിട്ടും. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമിന് ഇപ്പൊ ഇവിടെ 20 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ 20 നമ്പേഴ്സിന്റെ സംഭവിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? 20 ഇൻറ്റു 21/2. മനസ്സിലായോ? 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവിക്കുകയാണെങ്കിലോ 30 ഇൻറ്റു 31/2. 40 നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവിക്കുകയാണെങ്കിലോ 40 ഇൻറ്റു 41/2. 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവിക്കുകയാണെങ്കിലോ 50 ഇൻറ്റു 51/2. 60 നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവിക്കുകയാണെങ്കിലോ 60 ഇൻറ്റു 61/2. ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ LKG ലെവലിലാണ് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അറിയില്ലേ? ഇതിലെ ഓരോ നമ്പേഴ്സിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞത്? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്. ഇതിലെ ഓരോ നമ്പേഴ്സിനെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര? 6. അടുത്തത് 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര? പറയണ 12. അടുത്തത് 18. അടുത്തത് അങ്ങനെ പോവും. 15 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒക്കെ കൂടെ എന്താ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു? 1 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ട്രിക്ക് ഉണ്ട് കേട്ടോ, അതിന് മുമ്പ് പറഞ്ഞത്. 1 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ 1 ആഡ് ചെയ്യുക? 7, 13, 19. ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പണിയെടുത്തത്. ഒന്നുമില്ല, നാച്ചുറൽ നമ്പേഴ്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാലേ, നാച്ചുറൽ നമ്പേഴ്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് 6 കിട്ടും. അതിന്റെ കൂടെ 1 കൂട്ടാന് 7. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ഏതാണോ മൾട്ടിപ്ലൈ ചെയ്യണത് അത് കോമൺ ഡിഫറൻസ് ആക്കി എടുത്താലും മതി. ഓക്കെ, ഏതാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് കോമൺ ഡിഫറൻസ് ആക്കി എടുത്താലും ആൻസർ കിട്ടും. ഇതിന്റെ സമ്മ് കാണാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ 1 മുതൽ 15 വരെയുള്ളതിന്റെ സമ്മ് നമുക്ക് അറിയാം ഓൾറെഡി 120 ആണെന്ന്. 1 + 2 + എക്സെട്ര 120 ആണെന്ന് അറിയാം. ആ 120നെ എന്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഓരോ ടേമിനെ ഏതോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഓരോ ടേമിനെയും ഏതോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലേ? കണ്ടോ, ഇവിടെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ നമുക്കറിയാം എത്രയാണെന്ന്? 120 ആണെന്ന് അറിയാം. അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് 120 ആണെന്ന് അറിയില്ലേ? ആ 120നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 120നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണോ? എന്നിട്ട് എത്ര ആഡ് ചെയ്യണം എന്നാ പറഞ്ഞ്? 1 ആഡ് ചെയ്യണം. പക്ഷെ ആ 1 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം എന്നറിയോ? 15 പ്രാവശ്യം ആഡ് ചെയ്യണം. ഇപ്പൊ 2 ആണ് ആഡ് ചെയ്യണമെങ്കിൽ 2 × 15 എന്ന് എഴുതണം. 3 ആണ് ആഡ് ചെയ്യണമെങ്കിൽ 3 × 15 എന്ന് എഴുതണം. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ഇവിടെ കിട്ടിയ ഈ ആൻസർ ഇല്ലേ? ഇവിടെ കിട്ടിയ ഈ ആൻസർ
അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞത്. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 120നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ. ആഡിങ് 1 എന്ന് പറഞ്ഞാല് 1 ആഡ് ചെയ്യുക. പക്ഷെ 1 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 1 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 15 ടൈംസ് ആഡ് ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. എത്രയാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്? ഫൈനൽ ആൻസർ എത്ര കിട്ടണത്? 735. ഒന്നുകൂടി പറയണോ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ 120. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ 120. അതിനൊക്കെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 120നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആഡിങ് 1 എന്ന് പറഞ്ഞാല് 1 ആഡ് ചെയ്യുക. പക്ഷെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 15 പ്രാവശ്യം ആഡ് ചെയ്യണം. വെരി സിമ്പിൾ ആണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക.